ഒത്തിരി ഭയങ്കര വലിയൊരു ഫ്രണ്ട് സർക്കിൾ ആയിരുന്നു ശരണ്യക്ക്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എവിടെ പോയാലും. പക്ഷേ ചീറ്റ് ചെയ്തു ഒത്തിരി പേര്. അതെ, നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. എല്ലാം കേൾക്കാൻ കണക്കാക്കി ഇറങ്ങുക, എല്ലാത്തിനും റെഡി ആയിരിക്കും. അതെ അതെ അതെ. പല ആൾക്കാരും നമ്മളെ ഡൗൺ ആക്കാൻ നോക്കും. ശരിക്കും നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിന് നമ്മൾ ചീത്തയായിട്ട് കേൾക്കുന്നു. സൊസൈറ്റി ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കും. നമ്മളിപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ വളരെ വൾഗറായിട്ട് നമ്മൾ പറയുന്നു. പോയിന്റില് നമ്മോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, നമുക്ക് എല്ലാവർക്കും ഏറെ ഫെമിലിയർ ആയിട്ടുള്ള ശരണ്യ ഷാനിയാണ്. ശരണ്യ, നമസ്കാരം, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയാണ് വിശേഷം? എങ്ങനെ പോകുന്നു ലൈഫ്? അടിപൊളിയായിട്ട് പോവാണ്. ഭയങ്കര ഹാപ്പി ലൈഫാണ്. ഇങ്ങനെ ഒരു വൈബായിട്ട് പോകുന്നു. ഓക്കെ, എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ റീൽസ് അതിനോട്ടൊക്കെ ഉള്ള സ്റ്റാർട്ട് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഞാൻ ടിക്ടോക്ക് കാലം മുതലാണ്. പക്ഷെ അതിനു മുമ്പേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇതുപോലെയൊക്കെ അഭിനയിക്കണം. ആ കുഞ്ഞുനാളിലെ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും, സാരിയൊക്കെ ഉടുത്തിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പിന്നെ അത് പതിയെ പതിയെ ടിക്ടോക്ക് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമൊക്കെ വന്നപ്പോഴത്തേക്കും അതിലോട്ട് ഒരു ഇതൊക്കെ ആയിട്ട് അതിൽ അത്യാവശ്യം റീച്ചൊക്കെ ഇതിൽ വന്നപ്പോഴാണ് പിന്നെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ആയത്. സോ അങ്ങനെ. അപ്പം ആദ്യം ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ടിക്ടോക്കിൽ, അതൊന്ന് പറയാമോ എന്തായിരുന്നു എന്നുള്ളത്? അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലാനിങ് വീഡിയോ അല്ല. അത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് പ്ലാനിങ് ചെയ്തൊരു വീഡിയോ അല്ല. കാഷ്വലി ഞാനൊരു ഷൂട്ടിന് പോയപ്പോൾ അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ജസ്റ്റ് എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം. എനിക്കത് എന്താന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ അത് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ കെട്ടിടപ്പണിക്കാർ വരെയാണ് ആൾക്കാരെത്തി നോക്കണം. അതെ അതെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഒരിക്കലും പ്ലാൻ ചെയ്തൊരു വീഡിയോ അല്ലായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ക്ലിക്കായിരുന്നു. ഇപ്പം ഈ ചെയ്യുന്ന റീൽസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഐഡിയാസ്, കണ്ടന്റ് എങ്ങനെയാണ്? സത്യം പറഞ്ഞ ഒരു പ്ലാനും ഇല്ല. എനിക്ക് തോന്നുന്നത് അല്ല, എല്ലാ ആൾക്കാരും ചെയ്ത് കഴിഞ്ഞ് ആ ട്രെൻഡിങ് മാറിയ ശേഷമാണ് തോന്നുന്നു ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മിക്കപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കറിയില്ല, ടൈം കിട്ടാത്ത കൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ എല്ലാവരും അഭിനയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡിങ് മാറിയ ശേഷമാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ യൂട്യൂബർ ആവണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് ആസ് എ ഇൻഫ്ലുവൻസർ എന്താണ്? ഇതിലോട്ട് വരണമെങ്കിൽ ആദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എല്ലാം കേൾക്കാൻ കണക്കാക്കി ഇറങ്ങുക, എല്ലാത്തിനും റെഡി ആയിരിക്കും. അതെ അതെ അതെ. ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാം കേൾക്കാൻ കണക്കാക്കി ഇറങ്ങാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ഇറങ്ങാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ പോയി. അതെ അതെ. കാരണം എന്ന് വെച്ചാൽ നമ്മളതിനെ പല ആൾക്കാരും നമ്മളെ ഡൗൺ ആക്കാൻ നോക്കും. ശരിക്കും നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിന് നമ്മൾ ചീത്തയായിട്ട് കേൾക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കേൾക്കാനും കുറച്ച് ബോൾഡായിട്ടൊക്കെ നിന്ന് അതിനെ തരണം ചെയ്ത് ഒക്കെ വരാൻ ഫേസ് ചെയ്യാൻ പഠിക്കുക. അതാണ് അതിൻ്റെ ഒരു എൻ്റെ ഒരു സൈഡിൽ നിന്ന് കാണുന്നത്. എല്ലാവരും ഫസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉള്ളൊരു കാര്യമായിരുന്നു ഇതൊക്കെ. എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ ഇവർ ഫാമിലീസ് പോകുമ്പോൾ അറിയോ ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും നമുക്കൊരു വിഷമം ഉണ്ടാകും. പക്ഷേ പിന്നെ 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 എനിക്ക് മനസ്സിലായി നമ്മൾ സൊസൈറ്റി ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പുതിയതായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അച്ഛനും അമ്മേനെ നിരസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഇതെല്ലാം കേൾക്കാൻ, ഉൾക്കൊള്ളാൻ, അത് ഒരു ബോധത്തോടെ എടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സക്സസ് ആണ്. അപ്പം ഇങ്ങനെ ഒരു ഫെയിം ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടായിരിക്കും ഫാമിലീസ് ആദ്യം അവരെ എതിർക്കുന്നുണ്ട് പലരെ? എനിക്ക് തോന്നുന്നത് ഫാമിലീസ് എതിർക്കുന്നത് ശരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ തന്നെ പേടിച്ചിട്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ അതെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ പോകുമ്പോഴത്തേക്കും ചോദിക്കുന്ന ഒരു മലയാളിക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ വീട്ടുകാർ അങ്ങനെ വളർന്നു വന്നൊരു രീതിയല്ലേ. സോ അവർക്ക് കേൾക്കുമ്പോൾ വളരെ വിഷമമാവില്ല.
ഒത്തിരി ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്ത് അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് അതിൽ കൂടെ കടന്നു പോയത്? കാര്യം ഒത്തിരി ഇതുപോലെ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും എങ്ങനെ എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. എന്താണ് ശരണ്യക്ക് പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കിയത് ഈ ഇടയ്ക്ക് വയനാട്ടിലെ ഇഷ്യൂ നമ്മളിപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ വളരെ വൾഗറായിട്ട് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ബോഡി പാർട്സിനെ പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ മെന്റലി നമ്മൾ ഡൗൺ ആക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കമന്റുകൾ വരാറുണ്ട്, അതും പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്ന്. സ്വന്തം ഐഡന്റിറ്റി പോലും പുറത്ത് കാണിക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ നമ്മളെ പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, വയനാട്ടിലെ ഇഷ്യൂ നടന്നപ്പം മുലപ്പാലിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ വരെ പറഞ്ഞ ആൾക്കാര് നമ്മളെ പറയുന്നതിൽ എത്ര ഇതുണ്ടെന്നും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? ആ ഒരു ഇത്രയും ഒരു അവസ്ഥയിൽ അവിടെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ വളരെ നല്ല കാര്യം ചെയ്തപ്പോൾ പോലും അതിനെ വളരെ വൾഗറായിട്ട് കൊണ്ടുവന്ന സമൂഹത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യാൻ നിന്നാൽ നമുക്ക് അതിനെ സമയം കിട്ടത്തുള്ളൂ. ഒത്തിരി ഭയങ്കര വലിയൊരു ഫ്രണ്ട് സർക്കിൾ ആയിരുന്നു ശരണ്യക്ക്. അയ്യോ തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് വലിയ ഒരു ഫ്രണ്ട് സർക്കിൾ ആയിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എവിടെ പോയാലും. പക്ഷേ ഈ പറയുന്ന പോലെ ചീറ്റ് ചെയ്തു ഒത്തിരി പേര്. അതെ തീർച്ചയായിട്ടും. കാരണം പ്രതീക്ഷിച്ചിരുന്നു ഇത്ര ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യുന്നതാണ് പ്രശ്നം. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടാവും, അതെന്ത് വന്നാലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തിയുള്ളൂ. നമുക്ക് എന്ത് പറയാനും എന്ത് കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഇരുന്നാലും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയുള്ളത് നമ്മുടെ അമ്മയാണ് ശരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ നമ്മുടെ അമ്മയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മൾ ധിക്കരിക്കുന്നതും അമ്മയെ തന്നെയാണ്. നമുക്ക് എന്തും കാണിക്കാൻ നമുക്ക് കയറി ചെന്ന് എന്തും കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് അത് ക്ഷമിക്കാനുള്ള കഴിവ്. നീ ഒരാളെ കൊന്നിട്ട് വന്നാലും അത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് സ്വന്തം അമ്മയ്ക്കല്ലാണ്ട് ഇരിക്കുമെന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന സുഹൃത്തുക്കൾക്ക് പോലും ഉണ്ടാവില്ല എന്നതാണ് സത്യം. കയ്യിലൊരു ടാറ്റു ഉണ്ട് അല്ലേ? അയ്യോ ഉണ്ട്. എന്താണത്? ഞാൻ ഈ ടാറ്റു ചെയ്തിരിക്കുന്ന കുട്ടിച്ചാത്തൻ എന്നാണ്. അതെന്താ ടാറ്റുവിന് റീൽസിൽ കണ്ടു ആണല്ലേ? അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഒരു ഈശ്വര വിശ്വാസിയാണ്, ഭയങ്കര ഭക്തിയുള്ള കൂട്ടത്തിലാണ്. സോ അതുകൊണ്ട് തന്നെയും നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം വിചാരിച്ചാൽ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ്. നമ്മൾ പ്രാർത്ഥിക്കാനെന്ന് പറയാൻ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. നമ്മളെ ദ്രോഹിക്കാതിരിക്കാം പല ആൾക്കാരും, നമ്മൾ തിരിച്ച് ദ്രോഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന പോലെ കർമ്മ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ട് തരുവാണ്. നമുക്കത് കാണാനുള്ള ഭാഗ്യമാണ് കിട്ടുന്നത്. അപ്പോൾ അത് മതിയല്ലോ, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകണ്ട. നമ്മൾ എത്ര വേദനിച്ചാലും നമ്മളെ കണ്ണിൽ നിന്നൊരു ബലം ഉണ്ടാവും. മുകേഷ് നായർ, ഓ മൈ ഗോഡ്, പുള്ളിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. മുകേഷ് ഏട്ടനുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു മോശ സിറ്റുവേഷനിൽ പുള്ളി എന്നെ ഷൂട്ടിന് പുറത്തോട്ടൊക്കെ വിളിക്കുന്നത്. ഓണം ഷൂട്ടുണ്ട്, ശരണ്യ വാ, നീ ഓക്കെ ആവും, നീ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ആയിട്ട് ഒന്ന് മിണ്ടി ഇരിക്കുക, അപ്പം നീ ഓക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞാൻ നോക്കട്ടെ ചേട്ടാ, എനിക്ക് തോന്നുന്നില്ല എനിക്ക് അപ്പോൾ പുള്ളിയാണ് എന്നെ കുറച്ചുകൂടെ അതിലോട്ട് അതെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഷൂട്ടൊക്കെ ചെയ്തപ്പോൾ ഞാൻ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നത് എൻ്റെ മൈൻഡൊക്കെ കുറച്ചൊക്കെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് ഓവർകം ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു സ്നേഹം എനിക്ക് പുള്ളിയോടുണ്ട്. പക്ഷെ തെറ്റുകൾ കണ്ടാൽ ഞാൻ പുള്ളിയുടെ കൂടെ ചോദിക്കുകയും ചെയ്യും. അതെ തീർച്ചയായിട്ടും. പലവരും പറയുന്നുണ്ട്, ഞാനിത് പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ആരെടുത്തും വൈരാഗ്യം കാണിച്ചിട്ട് കാര്യമില്ല അല്ലേ? നമുക്ക് ആരും ശത്രുക്കളല്ല. അപ്പോൾ പുള്ളിക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ റീൽസ് എടുത്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് ചോദ്യം ചെയ്യും. അപ്പോൾ പല ആൾക്കാരും എൻ്റെ അക്കൗണ്ടിൽ കമൻറ്റ് ബോക്സിൽ പുള്ളിയായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പുള്ളിയുടെ കാശ് കണ്ടിട്ടാണ് പെണ്ണുങ്ങൾ കമന്ന് കിടക്കുന്നതെന്ന്.
അവിടെ തെറ്റി കേട്ടോ നിങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ അത് വിവരമില്ലാത്ത ആൾക്കാരുടെ പ്രശ്നമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. കാരണം പെണ്ണുങ്ങളെ എന്തിനാണ് അങ്ങനെ ഒരാളുടെ പുള്ളിക്കാരൻ്റെ ബോഡി ഷിമിയ, അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്, പുള്ളി ഇങ്ങനെ എന്നിട്ട് അവൻ്റെ കാശ് കണ്ടിട്ടാണ് നമ്മൾ പെണ്ണുങ്ങൾ പിറകെ പോകണം. ഒരിക്കലും അല്ല. എൻ്റെ പ്രൊഫഷണൽ ജോലി ഞാൻ ചെയ്യുന്നു, എനിക്ക് കാശ് തരുന്നു, അവിടെ പുള്ളീനെ ഇൻവൈറ്റ് ചെയ്യും, പുള്ളി ഉണ്ടെങ്കിൽ പുള്ളിയുടെ കാശ് മേടിച്ചിട്ട് പുള്ളി വീട്ടിൽ പോകുന്നു. ഇതാണ് നടക്കുന്ന കാര്യം. പക്ഷേ ഇതിനെ വന്നിട്ട് പറയുന്നത് നമ്മളതിൻ്റെ ഇടയിലിട്ട് പുള്ളിയായിട്ട് നമുക്കെന്തോ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ കമൻറ്റുകളിൽ പറയുന്നത്. പിന്നെ പുള്ളി എന്ത് ചെയ്താലും അത് പുള്ളിയുടെ തീർച്ചയായിട്ടും 2-3 പ്രാവശ്യം ഞാൻ ഒരുപാട് ഈ കമൻറ്റുകൾ കണ്ട സമയത്ത് പേഴ്സണലി ഞാൻ പോയിട്ട് മെസ്സേജ് അയച്ചിട്ട് സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ട്. പല ആൾക്കാർക്കും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടാതിരിക്കുക ഒരാളുടെ ചോയ്സാണ്. പിന്നെ പുള്ളിയുടെ ചോയ്സാണ് പുള്ളി എന്ത് കാണിക്കണം എന്നുള്ളത്. പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിയുടെ ലൈഫ്, പുള്ളിയുടെ റൂൾസാണ്. അപ്പോൾ അതിനാരും ഈ ലോകത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ എന്നെയാണെങ്കിൽ പോലും. അപ്പോൾ പുള്ളി എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. അത് പുള്ളിക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മളതിനെ ചർച്ച ചെയ്തിട്ടോ ചുമ്മാ കിടക്കുന്ന ഞങ്ങളെ കൂടെ വലിച്ചഴിച്ച് അതിലെ മോശമാക്കി ഇത് നാട്ടിലുള്ളവർ പോകുമ്പോൾ കുടുംബക്കാർ പോകുമ്പോൾ അവർ ചർച്ച ചെയ്യുന്നു എന്നുവെച്ചാൽ ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഈ പ്രൈവറ്റ് അക്കൗണ്ട് തുടങ്ങി വന്ന് സംസാരിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയൊരു കാര്യമാണ് മുകേഷൻ നായരുടെ കാര്യം. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെ വളരെ കാര്യമായിട്ടുള്ള ഒരു ആളാണ്. ഞങ്ങൾ തമ്മിലൊരു ഫാമിലി ആയാലും ഭയങ്കര കമ്പനിയാണ്. ഓക്കെ. ഇപ്പം ഈ ഒരു സെലിബ്രിറ്റി ലെവൽ എത്തണം എന്നാണ്. ഇപ്പം മുമ്പ് ഒരു നടി നേരിട്ട ഒരു അബ്യൂസിനെതിരെ അവർ പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലത്തെ ഒരു ഇതൊക്കെ വന്നത്. അപ്പം ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ലെവൽ എത്തണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് റെഡി ആവണം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ശരിക്കും ഉണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം ആസ് എ ഇൻഫ്ലുവൻസർ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ ഒരു അനുഭവം? ഇല്ല, എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും സിനിമ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ ചീറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ തന്നെ ചുമ്മാ ഉടായ്പ കാണിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ആ വലകളിൽ പെണ്ണുങ്ങൾ പോയി വീഴുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനൊരു മറുപടി പറയില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം പല വേദികളിൽ പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ കാര്യമാണ് പറയേണ്ടത്. എനിക്ക് മറ്റുള്ള അവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കെതിരെ വന്നിട്ടുള്ളതിനെ ഞാൻ നന്നായിട്ട് പ്രതികരിച്ച് എന്നെ വിട്ടിട്ടുണ്ട്. അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാലേ നമുക്ക് അഭിനയിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ടാലൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം എടുത്താലും നമുക്ക് വിധിച്ചതാണെങ്കിൽ അത് നടക്കും. നമ്മളതിന് പിറകെ പോയാൽ മതി. ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വില ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? സിൻസിയർ ആയിട്ടുള്ളവർക്ക്? അത് ഉറപ്പായിട്ടും ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ആരും പരിഗണിക്കത്തില്ല എന്നതാണ് സത്യം. കുറച്ചൊക്കെ നമ്മൾ അഭിനയിക്കണം. അതെ, കുറച്ച് നന്നായിട്ട് അഭിനയിക്കണം. നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും. അതാണ് സത്യം. നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഫേക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ? അതെ, സത്യം. കാരണം ഞാൻ നേരെ വാ നിരപ്പോ എന്നുള്ളൊരു രീതിയാണ് എൻ്റെത്. അപ്പോൾ ഞാൻ സത്യം പോലെ പറയുക, പറയേണ്ട കാര്യങ്ങൾ തുറന്നടിച്ച് പറയുക. പക്ഷെ അതൊന്നും ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ സമൂഹവും അത് അംഗീകരിച്ച് തരില്ല. നമ്മുടെ സുഹൃത്തായിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പോലും ഒരു പോയിന്റിൽ അവർ പോലും ഫേക്കായിട്ട് നമ്മുടെ സൈഡിൽ നിൽക്കുന്ന വേറൊരാളെയാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ പല സർക്കിളിൽ നിന്നും ജെന്യൂനായിട്ട് നിന്നിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മളൊരു സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് വളരെ ജെന്യൂനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താ പറയുക, നമ്മളെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് നമ്മളെ അംഗീകരിക്കുന്ന സുഹൃത്താണ് ശരിക്കും നമ്മുടെ അതെ റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് വേറൊരാളുണ്ടെങ്കിൽ അവർ കുറച്ച് നന്നായിട്ട് ഇതാക്കിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരോടായിരിക്കും. അത് ഞാൻ പല സ്ഥലത്തു നിന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഹണി റോസിനൊരു വെല്ലുവിളി ആകുമെന്ന് അങ്ങനെ ഇങ്ങനെ കേട്ടായിരുന്നു. അതിനെ കുറിച്ച് ഈ സംഭവം എന്ന് വെച്ചാല്
കമന്റ് ഇടുന്നവരുടെ പ്രശ്നമാണ്. ഞാൻ എന്ത് പറയാനാ. ശരിക്കും ഞാൻ നോക്കുന്ന സാരി ഉടുത്ത വീഡിയോസ് വരുമ്പോൾ അതിൽ കൂടുതലും വരുന്നതാണ് ഹണി റോസിനൊരു എന്താ പറയാ എതിരാളി. അതെ ആകുമോ എന്നൊക്കെ. അല്ല എനിക്ക് അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെ ആണോ മേ ബി എന്ത് തോന്നുന്നു, ആകുമെന്ന് തോന്നുന്നു എനിക്ക്. ആണോ? പിന്നെ ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഏത് തരം ചലഞ്ചസ് ആണ്? ഇപ്പം എന്താണെങ്കിലും റീൽസ് ചെയ്യുമ്പോഴാണെങ്കിലും വീഡിയോസ് പോസ്റ്റ് കമന്റിന് നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അത് ആദ്യം പറഞ്ഞതാണല്ലോ, നമുക്ക് കമന്റ് തന്നെയാണ് നമ്മുടെ മൊത്തത്തിലൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഓക്കെ. അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ എങ്ങനത്തെ റീൽസ്, ഡാൻസ് ആണോ അങ്ങനത്തെ റീൽസ് ചെയ്യാനാണ് ഏറ്റവും കണ്ടന്റ്, ഏത് കണ്ടന്റാണ് ഏറ്റവും ഫേവറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത്? എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ ഒരുപാട് ഒരുങ്ങി ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. പക്ഷേ കൂടുതലും എനിക്ക് ട്രഡീഷണൽ ലുക്കിലുള്ള റീൽസ് വീഡിയോസ്, ട്രഡീഷണലി ഒരുങ്ങി നിന്ന് ഷൂട്ട് ചെയ്യുന്നതും ട്രഡീഷണലി സാരിയൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. കുറച്ച് വിൻറ്റേജ് ടൈപ്പ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പഴയ കാലഘട്ടം പിടിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ആ തനിമ കൊണ്ടുവരുന്നത് ഭയങ്കര ഇഷ്ടം. അതാണ്. ഇപ്പം ശരണി ഒരു ക്ലാസിക്കൽ ഡാൻസറും കൂടെ ആണ്. അപ്പം എത്ര വയസ്സ് മുതലാണ് ഡാൻസ് പഠിച്ചത്? എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വയസ്സിൽ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടിരിക്കും പാ പാടാൻ പറയുമ്പോൾ ഞാൻ സാ പാടും, അങ്ങനെ ആയിരുന്നു. അതിനുശേഷം അതൊക്കെ പോയ ശേഷം പിന്നെ ക്ലാസിക്കൽ ഡാൻസ് എനിക്ക് തോന്നുന്നത് ഞാൻ 8ലാണ് പഠിക്കുന്നത്. 8th സ്റ്റാൻഡേർഡ്. അത് ഒരു +2 വരെ പോയി, കേരളം നടനം വരെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതൊക്കെ ഇപ്പൊ ഈ ചെയ്യുന്ന റീൽസിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അല്ല അതെ, എനിക്ക് എന്നിൽ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റും, നോക്കാം, ഒരു കൈ നോക്കാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. സോ അതുകൊണ്ട് ട്രൈ ചെയ്യും. ഓക്കെ. എന്താണ് ശരണ്യയുടെ അംബീഷൻ, ഡ്രീം? അംബീഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര പേഴ്സണലായിട്ട് തന്നെ ഇരിക്കട്ടെ. ഓക്കെ. അതാണ് അച്ചീവ് ചെയ്തിട്ട് എല്ലാവരും അറിഞ്ഞു. അതാണ് സത്യം. നമ്മൾ ലൈഫിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും നമ്മുടേതായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒരു ആളെടുത്ത് പോലും ഒരു വ്യക്തിയോട് കൂടി നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. ആ കാര്യമൊന്നും ഒരിക്കലും ജീവിതത്തിൽ നടക്കാതെ പോകുന്നത്. അപ്പോൾ നമ്മുടെ നല്ല കാര്യങ്ങൾ അത് കണ്ട് തന്നെ അറിയണം ആൾക്കാർ. അതെ. അത് പറഞ്ഞ് വെറുതെ എന്തിനാ അത് ഉണ്ടാക്കി കളയണം. ഓക്കെ. അപ്പോൾ ഒത്തിരി സൈബർ ബുള്ളിങ് ഫേസ് ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ, അതെ, അപ്പോൾ അവരോടൊക്കെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പം ഈ ഒരു മൊമെന്റിൽ ശരണിക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്കോ, സൈബർ ബുള്ളിങ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. അതെ. അപ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ അവരും അടുത്ത ആളെ തപ്പിപ്പൊക്കോളും, അവരും മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവരടുത്ത. അപ്പോൾ ശരിക്കും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. എന്നാൽ കുറച്ച് എന്തെങ്കിലും ദേഹാനി വല്ല പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കും. ഇങ്ങനെ കിടന്ന് സംസാരിച്ച് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് കമൻ്റ് ഇട്ടിരിക്കുന്ന ഫേക്കായിട്ടുള്ള ആൾക്കാർക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? അവരോട് അതാണ് ചോദിക്കാനുള്ളത്. അതെ അതെ, പണിയെടുത്ത് ജീവിക്കൂ നിങ്ങൾ. സത്യം ഞാൻ പറയുന്നതാണ്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു വിഷമവും വരാൻ പോകുന്നില്ല. എന്നെ എന്ത് വേണോ നിങ്ങൾ, എന്നെ വളരെ വൾഗറായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, അതും പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്നാണ്. വളരെ മോശമായിട്ട് എന്നെ എൻ്റെ ഫാമിലിക്ക് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഓക്കെ വിട്ടുകളയാം, പക്ഷെ നമ്മുടെ ഫാമിലിക്ക് അത് എത്രത്തോളം വിഷമമാകുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ ചിന്തിക്കുന്നത്. ശരണ്യ ഒരു ഭയങ്കരമായിട്ടൊരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയി ഒരാളാണ്. അപ്പം അതിനെ കുറിച്ചിട്ട് എന്തായിരുന്നു ഇത്രയും ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു റീസൺ? എനിക്ക് തോന്നുന്നത് പല പെൺകുട്ടികളും പല വലകളിലും വീഴുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതുപോലൊരു വലയിൽ വീണൊരു വ്യക്തിയാണ് ഞാനും. ഓക്കെ. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മളെ അങ്ങ് ഈ പ്രണയിക്കുന്നത് മനസ്സറിഞ്ഞ് നമ്മളെ അങ്ങ് ശരിക്കും സ്നേഹിക്കുകയാണ് എന്നുള്ളൊരു അത്രയ്ക്കും ഇതായിട്ടാണ് നമ്മളെ വിശ്വസിപ്പിച്ചാണ് നമ്മൾ അതിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും നമ്മളാണ് ഏറ്റവും കൂടുതൽ മോശക്കാരിയാവുന്നത്. കാരണം ഈ പ്രണയം കൊണ്ട് പല പെൺകുട്ടികളും ഈ പറയുന്ന പോലെ പ്രണയത്തിൻ്റെ വലയിൽ വീണിട്ട് എന്താ പറയുക, എനിക്ക് തോന്നുന്ന പല പേഴ്സണൽ തിങ്സ്. അതെ. കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യണേന്ന് അറിയില്ല.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു വ്യക്തിയെ അവസാനം വരെ അവരെ കൂടെ ജീവിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവരെ പൊട്ടരാക്കിയിട്ട് പ്രണയം നടിച്ചോ വിവാഹ വാഗ്ദാനം നൽകിയോ പോകരുത് എന്നാണ് എൻ്റെ ഒരു കാരണം അത് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ ഒരു കുടുംബം ഒരുപാട് ദുഃഖം അനുഭവിക്കും. അതുപോലെ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. അതെ. പക്ഷേ എനിക്കത് ഓവർകം ചെയ്ത് വരാനുള്ള എന്തോ ഒരു പവർ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ലൈഫിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രണയം നടിച്ചോ വിവാഹ വാഗ്ദാനങ്ങൾ നൽകിയോ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെയും യൂസ് ചെയ്ത്, അതൊരു പെണ്ണായിക്കോട്ടെ ഒരാണായിക്കോട്ടെ, യൂസ് ചെയ്യാതിരിക്കുക. അതാണ് കാരണം അത് കുറച്ച് ലൈഫ് തന്നെ നശിപ്പിക്കുന്ന ഒരു ഇതിലോട്ടെത്തും. നഷ്ടം ആർക്കാണ്? സ്വന്തം വീട്ടുകാർക്ക് മാത്രമാണ്. അതെ. സൂയിസൈഡ് ടെൻഡൻസികൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തത് സമൂഹമാണ്. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സമൂഹമാണ്. സമൂഹത്തിലെ ആൾക്കാരാണ്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എന്നെ ഏറ്റവും കൂടുതൽ എന്നെ മാനസികമായിട്ടും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നത് സമൂഹമാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഒരു പ്രണയം ആയിക്കോട്ടെ, അതിലും എനിക്കൊരു ചതിവിൽ പോയി വീണൊരു വ്യക്തിയാണ്. അത്രയ്ക്കും ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്, ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല. അതെ കറക്റ്റാണ്. ഉറപ്പാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആർക്കും നമ്മുടെ പ്രണയമോ സ്നേഹത്തിനോ ഒന്നും യാതൊരു വാല്യൂവും കൊടുക്കുന്നില്ല. ഇപ്പോൾ ഉള്ള ഒരു പ്രണയങ്ങളൊക്കെ ജെനുവിൻ ആണെന്ന് തോന്നുന്നു. ഒരിക്കലല്ല. എനിക്ക് തോന്നുന്നൊരു 100%. നമുക്ക് എല്ലാം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാം മോശമെന്നും പറയാനും പറ്റില്ല. എന്തെങ്കിലും ഒരു മോട്ടീവ് ഇതിന്റെ പിന്നിൽ കാണും എല്ലാവർക്കും. എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത്. വെറുതെ ആ വ്യക്തിയെ അതിലോട്ട് വലിച്ചിഴച്ച് അവരെ അതെ ഫിസിക്കലി ഇവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രണയം നടിച്ച് കൊണ്ടുവരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ. അപ്പോൾ പല പെൺകുട്ടികളും എനിക്കത് പറയാനുള്ളത് അങ്ങനെയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുക, നമ്മളെ സ്നേഹിക്കുക നമ്മൾ മാത്രമേ ഉള്ളൂ. ലോകത്ത് വേറെ ആരും കാണില്ല. അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളേതായിട്ടുള്ള വിജയത്തിലോട്ട് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ പല ആൾക്കാരും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കുത്തും. ഒരുപാട് കുത്തു വരും നമുക്ക്. ഒരുപാട് നമ്മൾ അപമാനിക്കപ്പെടും ആൾക്കാരുടെ ഇടയിൽ. അപ്പം നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം ശരിക്കും. അപ്പോൾ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു പെണ്ണായതുകൊണ്ട് പറയുന്നതാണ്, പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് ഇതേ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും. ആണായാലും പെണ്ണായാലും നിങ്ങളെ സ്വപ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ഡ്രീം മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോവാം. ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള അതെ അതിനുവേണ്ടി നിങ്ങൾ സമയം പാഴാക്കുക. ബാക്കിയെല്ലാം വേസ്റ്റാണ് നമ്മുടെ ലൈഫിൽ. പ്രണയം വേസ്റ്റാണ്. എൻ്റെ കാര്യം കേട്ടോ പറയാം. ഫ്രണ്ട്ഷിപ്പ്, പ്രണയം വേസ്റ്റാണ്. പ്രണയം നടിച്ചു വന്ന് കല്യാണം ആലോചിച്ച് വീട്ടുകാരെ വിശ്വസിപ്പിക്കുന്ന കുറേ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതേപോലൊരു ഘട്ടത്തിൽ കടന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഇപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇഷ്ടങ്ങളെ ഫോക്കസ് ചെയ്ത് നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഉയർച്ചകളുണ്ടാവുള്ളൂ. വേറെ ആർക്കും നമ്മളൊരു പ്രണയം കൊടുത്തിട്ടോ വേറെ എന്ത് കൊടുത്തിട്ടോ യാതൊരു കാര്യമില്ല. അപ്പം ഈ സൂയിസൈഡൊക്കെ ശരിക്കും ഇതിനൊരു സൊല്യൂഷൻ ആണോ? ഒരിക്കലും അല്ല. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പോയിന്റിൽ നമ്മളെല്ലാവരും കൂടെ മെൻ്റലി നമ്മളെ നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരു വ്യക്തിയും കാണൂല. നമ്മളെത്ര വിഷമിച്ച് മാനസിക നില തെറ്റിയാലും നമ്മളെ ദുഃഖം കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ കണ്ണീര് കാണുമ്പോൾ സന്തോഷം നേടുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഒരിക്കലും നമ്മളെ സമാധാനിപ്പിക്കാൻ ആരും വരില്ല. അപ്പോൾ അങ്ങനെ ആരും നമുക്കൊരു നല്ല വാക്ക് കിട്ടാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ മാനസിക നില തെറ്റി സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് പോകുന്നത്. പക്ഷെ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. എവിടെയാണോ നമ്മൾ അപമാനിക്കപ്പെട്ടത് അവിടെ നിന്ന് നമ്മൾ കയറി വരണം നമ്മുടെ ലൈഫിൽ. കൂടുതലും ഭയങ്കര ഏജ് കുറഞ്ഞ കുട്ടികളാണ്. അതെ അതെ അതെ
ഈ ഒരു ഏജിൽ തന്നെ അവർ അത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് വിഷമമുള്ള ഒരു കാര്യം. അതെ, അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിൽ പല നമ്മുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പല വളരെ വൾഗറായിട്ട് എഴുതി ചേർക്കുന്ന, നമ്മുടെ ഫോട്ടോയിൽ എഴുതി ചേർക്കുന്ന ഇട്ടിട്ട് സ്റ്റോറി നമ്മളെ മെൻഷൻ ചെയ്തിടുക. പിന്നെ തല വെട്ടി കീറ്റിയിട്ട് പല ഇൻഫ്ലുവൻസറിന് ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി ഒരു വീഡിയോ ഉണ്ട് അബിയുടെ, എനിക്ക് തോന്നുന്നു, ഹെഡൊക്കെ കീറ്റിയിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ബോഡി ന്യൂഡായിട്ടുള്ള രീതിയിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യമെന്ന് എനിക്കറിയണം. സ്വന്തം വീട്ടിൽ ഒരമ്മയും എന്ന് വെച്ചാൽ ഒരമ്മയിൽ നിന്നാണല്ലോ ഒരു പുത്രൻ ഉണ്ടാകുന്ന ഒരു ഇവർ എന്നിട്ടൊരു പെണ്ണിൻ്റെ വില മനസ്സിലാവുന്നത്. ഇവരെ വീട്ടിലും അമ്മയും സഹോദരിമാരും ഒക്കെ ഉള്ളതാണ്, എന്നിട്ട് ഇവരിത് മനസ്സിലാക്കണില്ല. ഒത്തിരി റേപ്പ് കേസസ് ഇപ്പം ഒരു ഡോക്ടറിനെ, അതെ, ഈ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ ലൈവിൽ വന്ന സമയത്ത് ഞാൻ ആ സംഭവം കണ്ടില്ലായിരുന്നു. എനിക്ക് ഹെൽത്ത് വയ്യാത്തോട്ട് ഫോൺ എടുത്ത് നോക്കിയില്ല. പിന്നെ ഞാൻ കാഷ്വലി വേറൊരു കാര്യം സംസാരിച്ചു. ഒരാൾ പറഞ്ഞു ഇവിടെ ഒരു പെണ്ണ് ഇവിടെ ചത്തെടുക്കുമ്പോഴാണ് ഇവളുടെ ഒരു ഷോ ഓഫ് ലൈവിൽ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, ഞാനത് എന്താണെന്ന് തിരക്കട്ടെ, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ അറിയില്ല. ശരിയാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. വളരെ കാമം മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ചെറുതെന്നോ വലുതെന്നോ സ്വന്തം മക്കളെന്നോ മകൻ്റെ കൊച്ചെന്നോ ഒന്നും ഒരു വേർതിരിവും ഇല്ലാണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ സമൂഹം പോകുന്നത് ശരിക്കും. അതെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊരു അവസാനം? ഒരിക്കലും നമുക്ക് ഈ സമൂഹത്തെ നന്നാക്കാൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് സ്വയം മാറാം, നമ്മൾക്ക് നല്ലത് ചെയ്ത് നമുക്ക് സ്വയം മാറാം. നമുക്ക് ഈ സമൂഹത്തിൽ ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല. നമ്മൾ നല്ലത് ചെയ്താലും നമ്മൾ ചീത്തയെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കൊണ്ട് വെച്ചിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു മാനസിക രോഗമാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് ട്രീറ്റ് ചെയ്യേണ്ട ഒരു രോഗം തന്നെ. അതെ, ഇതൊരു ട്രീറ്റ് ചെയ്ത് വല്ല ആശുപത്രി കൊണ്ടിട്ടിട്ട് ഷോക്കൊക്കെ കൊടുത്തിട്ട് ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്. അതെ, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. ഒത്തിരി ഇനോഗ്രേഷൻസ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇനോഗ്രേഷൻസ്, അതെ, ഞാൻ അതിൽ നിന്ന് മനസ്സിലായി. എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ എല്ലാവർക്കും ഇഷ്ടം എന്നെ വേറൊരു രീതിയിൽ, നെഗറ്റീവ് രീതിയിൽ കൊണ്ടുവരാനാണ് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നത്. അതെ, കുറച്ച് നെഗറ്റീവ് കേട്ട് ഞാൻ കേൾക്കണമെന്ന് ആഗ്രഹിച്ച് അതെന്നെ പറഞ്ഞ് എന്നെ അങ്ങനെ കൊണ്ടുവരാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ട് വന്ന് മെൻ്റലി ഡൗണൊക്കെ ആയിട്ട് പിന്നെ വന്നപ്പോഴത്തേക്കും ഈ നെഗറ്റീവായിട്ട് എന്നെ ഈ കുത്തുന്ന ആൾക്കാർ ഒരിക്കലും ഒരു കടയുടെ ഇനോഗ്രേഷൻ ചെയ്യാൻ എന്നെപ്പോലൊരു വ്യക്തിയെ വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? തീർച്ചയായിട്ടും. ഒരാളുടെ കട ഇനോഗ്രേഷൻ ചെയ്യാൻ ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? എന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എന്താണ്, ഒരു പാർട്ട് ഓഫ് ആൾക്കാർ നമ്മളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാനും നമ്മളെ താഴ്ത്തി കാണിക്കാനും ആഗ്രഹിക്കുന്നു. ഒരു വശത്തെ ആൾക്കാർ നമ്മളെ ശരികളും മാത്രം, നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളെ അതിലോട്ട് കൊണ്ടുപോകുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കടകൾ എന്നെ ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ ഏത് നടിയാ എന്നൊക്കെ. ഞാൻ ഒരു ഇനോഗ്രേഷനെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി അല്ല, ഒരു ആക്ടർ ആക്ട്രസിനെ വിളിക്കുക, ശരണ്യെ വിളിക്കുക, എന്നിട്ട് ശരണ്യം കുറച്ച് താഴ്ത്തി കിട്ടിയിട്ടുള്ള ഒരു സംസാരം. ഒരിക്കലല്ല, ഞാൻ എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. വളരെ സ്പേസ് കൊടുക്കുന്ന ഒരാൾ. ഞാൻ ഇടിച്ച് കയറി പോയി അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ. അതിനനുസരിച്ച് നീങ്ങുന്നൊരു പേഴ്സണാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ശരണ്യയുടെ ഫാമിലിയെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഫാമിലിയെ കുറിച്ചാണെങ്കിൽ ഞാൻ, എൻ്റെ അമ്മ, അച്ഛൻ, ബ്രദറിൻ്റെ വൈഫ്, എൻ്റെ അമ്മയുടെ അമ്മ, ഞങ്ങൾ ഇത്രയും, പിന്നെ എൻ്റെ ഒരു പപ്പിക്കുട്ടി കൂടെ ഉണ്ട് കേട്ടോ. അവനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഡാൻ ഷിറ്റ്സു ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബം. വളരെ സന്തോഷമായിട്ട് പോണു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ദൈവം സഹായിച്ച്. പിന്നെ അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള എനിക്ക് ഉണ്ടാകുന്ന കുറേ നല്ല നല്ല കാര്യങ്ങൾ. അതെ, ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഫാമിലി. ഇനിയും എനിക്ക് അവരെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ
എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓണം വരാൻ പോവാണ്. അതെ. എന്താണ് ഓണം പ്ലാൻ? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്താണ് അടിപൊളിയായിട്ട് ഫാമിലി, നമുക്ക് ഓണം എന്ന് പറയുന്ന ഫാമിലിയുടെ കൂടെ തന്നെയാണ്. അതെ. നല്ല അസലായിട്ട് ഷോപ്പിംഗ് ഡ്രസ്സൊക്കെ അതെ അതെ അതെ, എനിക്ക് ഷൂട്ട് ഉണ്ട്. ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്, ബ്ലൗസ് ഒക്കെ അതൊക്കെ ഷൂട്ട് റെഡി ആയിട്ടിരിക്കുക. അതെ, പുതിയ പോസ്റ്റുകൾ 2 ഷൂട്ട്സ് ചെയ്യാനുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഫാമിലി ആയിട്ട് തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകണം. അപ്പോൾ ഓണമായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഒരുപാട് നന്ദി. എന്നെ വെറുക്കുന്ന ആൾക്കാരെ ഞാൻ കൂട്ടുന്നില്ല. 2 ഓപ്ഷനുണ്ട്. ഓരോ വ്യക്തിയെ സ്നേഹിക്കാനും സ്നേഹിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുള്ള ചോയ്സാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം.